നെഞ്ചിലെരിതിയേ എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ ചിന്തിയുറയുന്നേ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതെങ്ങു ദൂരെ പണ്ടുരാമൻ ശ്രീരാമൻ പോയ പോലെ അപ്പപ്പ നാടുവിട്ടേ കാടേറും രാമലീല അപ്പപ്പ അന്തമില്ലാതോടുന്നേ രാമലീല അപ്പപ്പ അന്തരംഗം തേടും നീ രാമലീല ആരു ചെയ്ത പാപമെന്നു പേരിടുന്നു രാമ തീ പിടിച്ച പോലെ എങ്ങു പാഞ്ഞിടുന്ന ലീല ആടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക രാമ സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല അപ്പപ്പ പണ്ടുരാമൻ ശ്രീരാമൻ പോയ പോലെ അപ്പപ്പ നാടുവിട്ടേ കാടേറും രാമലീല എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ ചിന്തിയുറയുന്നേ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതെങ്ങു ദൂരെ 2026 4ാമത്തെ ക്രോസിംഗ് ആണ്. 17 പേരാണ്. ചെറിയ കുട്ടികൾ വരെ ഉണ്ട് ഇതിനകത്ത്. 750 മീറ്റർ ഇന്ന് നീണ്ടു കിടക്കുന്നത്. ഇത് ആലുവ മലപ്പുറം ദേശം കടവ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് 16 ദിവസം കൊണ്ട് നീന്തൽ പഠിച്ചിട്ട് പോകാം. നിങ്ങൾക്ക് നവംബർ 1 തുടങ്ങി മെയ് 31 വരെയാണ് ഇവിടുത്തെ ക്ലാസ്. എൻ്റെ പേര് സജീവ് വാളശ്ശേരിൽ. നീന്തൽ അറിയാൻ പാടില്ലെങ്കിൽ എന്നും രാവിലെ 5:30 വരുക. എന്നും ഓരോ ബാച്ചുകൾ തുടങ്ങുക മെയ് 31 വരെ. ആരു ചെയ്ത പാപമെന്നു പേരിടുന്നു രാമ തീ പിടിച്ച പോലെ എങ്ങു പാഞ്ഞിടുന്ന ലീല ആടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക രാമ സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല അപ്പപ്പ പണ്ടുരാമൻ ശ്രീരാമൻ പോയ പോലെ അപ്പപ്പ നാടുവിട്ടേ കാടേറും രാമലീല എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ ചിന്തിയുറയുന്നേ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതെങ്ങു ദൂരെ എന്നിലെരിഞ്ഞു തുടങ്ങിയ തീക്കണൽ നെഞ്ചിനകത്ത് പടർന്നു പിടിച്ചത് പടപൊരുതുവാൻ വേറി പിടിച്ചു തീക്കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ തടകിൽ മുടി പിടിച്ചത് പോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിൽ ഒരു ശകലവും ഇനി പതറുകിൽ ഒരു ചുവടിലും തീയിൽ വാർത്തെടുത്തു വെച്ചായുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു 4 ദിക്കിലും ഇരുൾ നിറഞ്ഞുവെങ്കിലും ഒരു താൻ തുടങ്ങി പരാജിതനിയാവുകില്ല ഒരിക്കലും. ഇവിടെ വിധിയെ മറികടന്നു പതിയെ പോയ കാലം ചൂടെടുത്തത് ഞാൻ പിടിച്ചെടുക്കും അത് തിരികെ വഴങ്ങില്ല മരിക്കും വരെ ഈ പതനത്തിൽ പടിവാതിലരികെ തിരിച്ചു ഞാൻ നടന്നു തുടങ്ങി ഇനി യാത്ര വിജയത്തിൽ പിറകെ കണ്ണുനീരിനി വിരാമം കനവുകൾക്കിതെന്തു ഭാരം എങ്കിലും ഞാൻ സഞ്ചരിക്കും അതിർത്തിയല്ലി അന്ധകാലം നെഞ്ചിടിവിന് ചുടലത്താളം പിടിവിടാതെ ചടുലഭാവം പിടിമരുന്നത് തീ പിടിച്ചത് പോലെയുള്ളിലൊരു വികാരം పద
കാലത്ത് പടർന്നു പിടിച്ചത് പടം പൊഴുതു വന്നേറി പിടിച്ചിട്ട് കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ കഥകിൽ മുടി പിടിച്ചതുപോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തടവിൽ ശകലവും പതറുകിയൊരു ചുവടിൽ വാർത്തെടുത്തു വെച്ചാലും മൂർച്ചയുടെ ബാക്കിയും ഇന്ന് നാല് ദിക്കിലും ഇരുളിറങ്ങുമെങ്കിലും ഒരു താൻ തുടങ്ങി പരാജയത്തിൽ എനിക്കാവുന്നില്ല ഒരിക്കലും. എന്നോടൊപ്പം അവന്റെ പറിക്കാൻ പെണ്ണില്ല വിളിച്ചോണ്ടേ എന്നോടൊപ്പം അവന്റെ മണ്ടയിൽ കയറി പറിക്കാൻ എന്നോടൊപ്പം അവന്റെ മണ്ടയിൽ കയറി പറിക്കാൻ പെണ്ണില്ല വിളിച്ചോണ്ടേ എന്നോടൊപ്പം അവന്റെ മണ്ടയിൽ കയറി പറിക്കാൻ അവന്റെ മണ്ടയിൽ പെണ്ണില്ല വിളിച്ചോണ്ടേ എന്നോടൊപ്പം അവന്റെ മണ്ടയിൽ കയറി പറിക്കാൻ Sworn to a legacy, enemy in front of me, fighting for supremacy. Pedigree of blood stains filling up my memory. Every single hood brain fading out in jealousy. And sollum inda kadai en munnurgal potta paadai inda rattam sattam paadai sila veerargalin geethai sila peroda valiyil aanandam sila kangalil kanniril anuvam நீ சொல்லிக்காம இது சண்டியர்கள் பூமி ஒரு சண்டை என்று வந்து விட்டால் ஆயுதங்கள் சாமி. Bliss of the trigger finger fist laying bullets in the mist, not a day to be missed. നമുക്ക് അതിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പെടുത്ത് നമ്മുടെ കൂടെ എന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സജി സാറിനെ ഈ ഒരു വേദിയിലേക്ക് നിറഞ്ഞൊരു കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാണ്. അതുപോലെ നമുക്ക് ഇന്നിവിടെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്ന എയർപോർട്ട് ഡയറക്ടർ ജി മനു സാറിനെ നല്ലൊരു നിറഞ്ഞൊരു കയ്യടിയോടുകൂടിയിട്ട് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആവേശം ഒട്ടും കുറയ്ക്കട്ടെ. കൈയടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ആരോഗ്യം കൂടി ഉണ്ടാവും. നന്നായിട്ട് കൈയടിച്ചോളൂ.
നമുക്കറിയാം ഇന്ന് നമ്മളുടെ ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് എയർപോർട്ട് ഡയറക്ടറാണ്. ഒരുപാട് ചുമതലകളുള്ള ഒരു വ്യക്തി. പ്ലീസ്. Good morning to all. Good morning. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ കേട്ടായിരുന്നു, അതായത് എൻ്റെ ഓഫീസിലെ ഷൈജു ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു, എല്ലാം മാറ്റി വെച്ച് വരണം. കാരണം സജീവ് വളാശ്ശേരി എന്ന് പറയുന്നതാണ് 17 കൊല്ലമായിട്ട് ഒരു ലാഭവും ഇച്ഛിക്കാതെ ഒരു സോഷ്യൽ കോസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയവും എനർജിയും എല്ലാം സ്പെൻഡ് ചെയ്ത് നമുക്കെല്ലാവർക്കും ആദ്യം ഒരു കൈ ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. കുട്ടികൾക്ക് എങ്ങനെ, അതായത് ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു ക്ലബ്ബാണ്. ഈ ക്ലബ്ബ് സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ലീഡർഷിപ്പ് റോൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഈ നീന്തൽ പഠിക്കാൻ വരുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. അതിനകത്തൂടെ നമുക്ക് നീന്തൽ മാത്രമല്ല, നമുക്ക് ആ സോഷ്യലിൽ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം, എങ്ങനെ ലാഭമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാം, അതെങ്ങനെ നമ്മുടെ മനസ്സിന് സന്തോഷം തരത്തക്ക രീതിയിൽ അതിനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ അദ്ദേഹം മെസ്സേജായിട്ട് ചെയ്യുന്നു. ഞാനിടയ്ക്ക് മനസ്സിലാക്കിയത് നമ്മുടെ കേരളം എല്ലാവർക്കും 144 നദികളൊക്കെ ഉള്ള കേരളം ഏകദേശം അതിൻ്റെ 50% 30% വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ മനുഷ്യ നിർമ്മിതികളുമുണ്ട്. ഈ റൂം ഫോർ വാട്ടർ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റുകളുണ്ടല്ലോ, അതായത് വെള്ളം ഒഴുകാനുള്ള വഴികളെല്ലാം അടയ്ക്കുകയും ഇപ്പോൾ വരുന്ന വെള്ളം, അതായത് വയലുകളൊന്നും ഇല്ലാത്തപ്പോൾ ഇതിലേക്കൂടെ പോകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. നമുക്കറിയാം റോഡിലൂടെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വരുന്ന വെള്ളം എന്ന് പറയുന്നത് വളരെ ഡെപ്താണ്, പരന്നല്ല ഒഴുകുന്നത്. ഇപ്പോൾ എല്ലാം ഷാർപ്പായിട്ടാണ് ഒഴുകുന്നത്. ഈ ഒരു അവസരത്തിൽ 2018 എല്ലാവരും അറിഞ്ഞതാണ്, ഈ കൊച്ചുകുട്ടികളല്ല അല്ലാതെ ഇവിടെ നിന്നിരിക്കുന്ന അച്ഛനമ്മമാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും 2018 ഫ്ലഡ് സിറ്റുവേഷൻ. കേരളത്തിലെ ഏകദേശം 70-80% മുങ്ങിപ്പോയി. ആ സമയത്ത് എന്തെങ്കിലും ഒരു നീന്തൽ അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ വള്ളം തുഴയാൻ അറിയാവുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾ ഓരോ വീട്ടുകാരും ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സജി സാറ് അല്ലെങ്കിൽ സജി ആശാൻ, സജി വളാശ്ശേരി വള്ളം എന്നുള്ളതുകൊണ്ടാണോ? ഓക്കെ, എനിവേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേഷനിലൂടെ കേരളത്തിനോ ഇന്ത്യക്കോ ലോകത്തിനോ മാതൃകയായി, എനിക്ക് തോന്നുന്നു ലോകം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഈ പ്രൈം മിനിസ്റ്ററുടെ ഒരു മൻ കി ബാത്ത് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരു നല്ല റീൽ ഉണ്ടാക്കി തരുവാന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ വേർഷനിൽ നമുക്കത് പോസ്റ്റ് ചെയ്ത് പ്രൈം മിനിസ്റ്ററുടെ മൻ കി ബാത്തിൽ ഞായറാഴ്ച സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. അതിനകത്ത് നമുക്കത് ഇടാം. കാരണം മനസ്സിലാക്കിയെടുത്തോളം 20,000-ലധികം ആൾക്കാരെ അദ്ദേഹം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. രാവിലെ 4:00 ഇവിടെ രാവിലെ 7-7:30 ആകുമ്പോഴും കട്ടിലെ പുതച്ച് കിടക്കുന്ന ആൾക്കാരുള്ള കേരളത്തിൽ 4 മണിക്കും 4:30ക്കും വോളണ്ടിയർ ചെയ്ത് ഇവിടെ വരികയും കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും കുട്ടികളെ ആശാനും ഒരു വാക്ക് പറഞ്ഞാൽ കുഞ്ഞുമക്കളെ എന്ന് എല്ലാവരെയും, കാരണം കുഞ്ഞുമക്കൾ എന്ന് പറയുന്നത് 65 വയസ്സുള്ള ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് നമ്മുടെ ഷൈജു തന്നെയാണ് 48 വയസ്സുള്ള അദ്ദേഹം. ഒരു കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞാൽ പെരിയാറിനകത്ത് നീന്തി കിടക്കുന്നതിനകത്ത് സജി വളാശ്ശേരിക്ക് ഒരു കുഞ്ഞായിട്ടേ തോന്നുന്നുള്ളൂ. സോ ആ കുഞ്ഞുമക്കളെ എല്ലാം അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന് ആ കുഞ്ഞുമക്കളെയും നീന്തൽ പഠിക്കുന്ന എല്ലാവരെയും ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാവുന്ന സജി സാറിന്
എൻ്റെ എല്ലാവിധ ഭാവങ്ങളും കൊച്ചിൻ എയർപോർട്ടിനും ഈ ഒരു നീന്തൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ചുറ്റുപാടുകളിൽ പഠിച്ച് വ്യക്തതയും കൃത്യതയോടും പേടിയില്ലാത്തവരും നദികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമ്പോൾ കേരളത്തിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഇനിയുണ്ട്. ഒന്ന് ഗ്ലോബൽ വാർമിങ്ങിനായാലും ശരി, ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞേക്കുന്നതിൽ നമ്മുടെ വെള്ളം ഒരുപാട് ഹോൾഡ് ചെയ്യുന്ന ഏരിയ ആയിരുന്നു, വയലുകളെല്ലാം പോയി. അപ്പോൾ റൂം ഫോർ വാട്ടർ ഇല്ല. സോ വെള്ളം അതിൻ്റെ വഴി കണ്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടാകും. ഇതിനെല്ലാം ഫേസ് ചെയ്യാൻ നമ്മൾ വെറും സ്വിമ്മിംഗ് പൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല. ഇതുപോലുള്ള റണ്ണിങ് വാട്ടറുകളിൽ നമ്മൾ അതായത് വെള്ളത്തിലോട്ട് എടുത്ത് ഇടുകയാണ്. അപ്പോൾ ആ രീതിയിൽ ട്രെയിൻഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഉള്ള ഗട്ട്സ് ഇതൊക്കെ എയർപോർട്ടിനും ഒരു പ്രയോജനമാവട്ടെ, ലോകത്തിനും തന്നെയും കേരളത്തിനും ഇന്ത്യക്കും പ്രയോജനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇവിടെ വന്ന് ഈ സമയം എല്ലാം സ്പെൻഡ് ചെയ്യുന്ന അച്ഛനമ്മമാർക്കും കുട്ടികൾക്കും ഇവിടുത്തെ പഠിതാക്കൾക്കും എല്ലാം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ 750 മീറ്ററോളം നീന്തിക്കയറിയ എല്ലാ കുട്ടികൾക്കും എന്ന് പറഞ്ഞാൽ പ്രായമുള്ള കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. വെരി താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് ഒക്കേഷൻ. താങ്ക് യു വെരി മച്ച്. സ്വിമ്മിംഗ് ക്ലബ് BRC എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ വരുന്ന പാരൻസിന് അറിയാം അവരുടെ കുട്ടികൾ പഠിക്കുന്ന ഒരുപാട് നല്ല ശീലങ്ങളുണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റ് വരാൻ അതൊരു ചിട്ടയായിട്ടുള്ള ഒരു ശീലമാണ്. അതുപോലെ തന്നെ നീന്തല് ധന്യമാക്കി തന്ന നിങ്ങളെ എല്ലാവരും ഞാൻ ആദ്യം തന്നെ വളരെ സന്തോഷം. പിന്നെ ക്ഷണം സ്വീകരിച്ച് വളരെ ദൂരെ നിന്ന് അപ്പൂപ്പനമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. അവരെ വളരെ സന്തോഷം അവർ വന്ന് കുഞ്ഞുമക്കളുടെ ആണെങ്കിലും നീന്തൽ പ്രോത്സാഹിപ്പിച്ച